ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. നമ്മുടെ ഉള്ളിലെ തെറ്റുകൾ അവഗണിക്കുമ്പോൾ മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പോലും ശ്രദ്ധിക്കാനുള്ള നമ്മുടെ പ്രവണത യേശു ഇവിടെ തുറന്നു കാട്ടി. കണ്ണിൽ ഒരു കോലിരിക്കെ അവരുടെ കണ്ണിലെ ചെറിയൊരു കരട് കണ്ടുപിടിക്കുന്നു. ഇത് കാപട്യത്തിൻ്റെ ലക്ഷണമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് അവരെ വിമർശിക്കുന്നതിന് മുമ്പേ ആ തെറ്റുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യണം. നമ്മുടെ തന്നെ പാപം മൂലമാണ് അവരുടെ കണ്ണിലെ കരട്, അതായത് പാപം, നാം ശ്രദ്ധിക്കുന്നത്. എന്നാൽ സ്വന്തം പാപം ഇല്ലാതാക്കാൻ ഒരു ശ്രമവുമില്ല. കപടഭക്തിക്കാര, മുമ്പേ നിങ്ങളുടെ കണ്ണിലെ കോൽ എടുത്തു കളക. മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. നാം ദൈവം മുമ്പാകെ പാപികളാണ്. പാപികളായ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ രക്തം ചീന്തി മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവപൈതലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.